ഹലോ എവ്രി വൺ. ഇന്ന് വാഴക്കൂമ്പ് വെച്ചിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാം. ചെറുപയറും കൂട്ടിയിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു ഉപ്പൻ നമ്മുടെ ചെമ്പോത്ത് അതിലേക്കൂടെ നടന്നു പോകുന്നത് കണ്ടു രാവിലെ നേരത്ത്. അപ്പോൾ അതങ്ങനെ നോക്കിയതാണ്. ഇനി നമുക്ക് നമ്മുടെ വാഴക്കൂമ്പ് വൃത്തിയാക്കാം. ഇതിപ്പോൾ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ഉരിച്ചെടുക്കുമ്പോൾ നമുക്ക് അകത്ത് ഇങ്ങനെ ഒരു ലൈറ്റ് യെല്ലോ കളറോ ഇല്ലെങ്കിൽ ഒരു പേൽ വൈറ്റോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് അങ്ങനെ ആയിട്ട് കിട്ടും. ഇനി നമുക്കത് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. അത് വെള്ളത്തിലേക്ക് തന്നെയാണ് കട്ട് ചെയ്തിടുന്നത്, ഇല്ലെങ്കിൽ അതിങ്ങനെ അതിൻ്റെ കളറ് മാറും. ഞാനിപ്പോൾ ചെറുപയർ വേവിക്കാനായിട്ടും വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വാഴക്കൂമ്പ് ഫുൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് വെള്ളത്തിലൊന്ന് കിടക്കട്ടെ നമ്മുടെ ഈ കട്ട് ചെയ്ത വാഴക്കൂമ്പ്. ഇപ്പോൾ അപ്പോഴത്തേക്കും പച്ചപ്പയർ നമ്മുടെ വെന്തും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഴക്കൂമ്പ് ഇങ്ങനെ കട്ട് ചെയ്തത് നല്ലപോലെ പിഴിഞ്ഞെടുക്കാം. വെള്ളമയം ഇല്ലാതെ പിഴിഞ്ഞ് മാറ്റിയെടുക്കാം. അരപ്പിന് നാളികേരം എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക്, 2 വെളുത്തുള്ളി, 2 ചെറിയ ഉള്ളി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടി, ഇതും ചേർത്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ വാഴക്കൂമ്പും നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ അരപ്പും ആഡ് ചെയ്തു. ഉപ്പും കുറച്ച് ആഡ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിരുമ്പിയെടുക്കണം. അപ്പോൾ ഈ അരപ്പൊക്കെ നന്നായിട്ട് ഈ വാഴക്കൂമ്പിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതാ അങ്ങനെ മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കി തുടങ്ങാം. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. കടുക് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടി വരുമ്പോൾ ഉഴുന്ന് പരിപ്പ്, പിന്നെ ചുവന്ന മുളക്, കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് ചുവന്ന് വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഈ വാഴക്കൂമ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് ഈ എണ്ണയിൽ. അപ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ വാഴക്കൂമ്പ് തന്നെ വെള്ളവും ഇറങ്ങി വരും, അതുകൊണ്ട് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യവും ഇല്ല. നമുക്കിപ്പോൾ അരപ്പിലുണ്ടായിരുന്ന ആ അരപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1 ടേബിൾ സ്പൂൺ വെള്ളം ഉണ്ടായി കാണും, അതാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടച്ചങ്ങോട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് സ്റ്റർ ചെയ്തും കൊടുക്കുന്നുണ്ട്. എളുപ്പത്തിലാകും, നല്ല ഹെൽത്തിയുമാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ വാഴക്കൂമ്പ് തോരൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുപയർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ വാഴക്കൂമ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചെറുപയർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 3 മിനിറ്റും കൂടെ നമുക്ക് എന്നിട്ട് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അങ്ങോട്ട് വേവിച്ചെടുത്താൽ മതി. ഓൾറെഡി വെന്തതാണ്, വേവിക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ വെള്ളയ്ക്കൊന്ന് വറ്റി വരാൻ. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയറും വാഴക്കൂമ്പും കൂടിയിട്ടുള്ള തോരൻ ഉച്ചയൂണിന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.